40 വർഷത്തെ സേവന പാരമ്പര്യത്തോടെ സ്മാർട്ട് റെഡിവെയർസ് സപ്ലൈകോ എക്യുപ്മെന്റ് വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ മാച്ചിംഗ് ബ്ലൗസ് പീസുകൾ ചുരിദാർ റണ്ണിംഗ് മെറ്റീരിയൽസ് മാക്സി തുണികൾ കോൺടാക്ട് 9048 337 357 8281 256 717. റോഡരികിൽ മുറുക്കാൻ കച്ചവടം ചെയ്യുന്ന UP സ്വദേശിയുടെ സാധന സാമഗ്രികൾ കാനയിലേക്ക് വലിച്ചെറിഞ്ഞ് വടക്കാഞ്ചേരി CI. റോഡരികിൽ മുറുക്കാൻ കച്ചവടം ചെയ്യുന്ന UP സ്വദേശിയുടെ മുറുക്കാൻ കടയിൽ വെച്ചിരുന്ന സാധന സാമഗ്രികൾ കാനയിലേക്ക് വലിച്ചെറിഞ്ഞ് വടക്കാഞ്ചേരി CI UK ഷാജഹാൻ. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം 13 വർഷങ്ങളായി റോഡരികിൽ കച്ചവടം ചെയ്യുന്ന UP സ്വദേശിയായ 25-കാരനായ പ്രഥമൻ സോൻകർ എന്ന യുവാവിന്റെ മുറുക്കാൻ തട്ടിൽ നിന്നുമാണ് സാധന സാമഗ്രികളെടുത്ത് പരിസരത്തെ തോട്ടിലേക്ക് വലിച്ചെറിയുകയും മൊബൈലും മറ്റും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തത്. എന്നാൽ ഇത്രയും വർഷങ്ങളായി ഈ പ്രദേശത്ത് കച്ചവടം ചെയ്യുന്ന യുവാവിന്റെ അരികിൽ നിന്ന് യാതൊരുവിധ ലഹരിയോ മറ്റോ പോലീസ് പിടിച്ചെടുത്തിട്ടില്ല എന്നും ജീവിതമാർഗത്തിനായി പ്രദേശത്ത് വന്ന് കച്ചവടം നടത്തുന്ന യുവാക്കളെ ഇത്തരത്തിൽ പോലീസ് ആക്രമിക്കുന്നത് ശരിയല്ല എന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് നടപടിയിൽ മുൻ പഞ്ചായത്ത് അംഗം CP നാരായണൻകുട്ടി പ്രതിഷേധമറിയിച്ചു. ശരിയല്ല, കാരണം ഇതിൽ ഒരുപാട് സ്ഥലത്ത് തന്നെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. വടക്കാഞ്ചേരി നടക്കുന്നുണ്ട്, ചെറുത്തി പാലം നടക്കുന്നുണ്ട്, ചെറുത്തിൽ നടക്കുന്നുണ്ട്, ചേലക്കര ഭാഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ പയ്യനെ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം കൊണ്ടുപോകുന്നത്. ഇന്നാളെ ഇതേമാതിരി കൊണ്ടുപോയ സാധനം കുറച്ച് തോട്ടിലേക്ക് തട്ടി മറിച്ചിട്ട് കൊണ്ടുപോയി അവനോട് കച്ചവടം ഞാൻ ഉണ്ടാകുന്ന പറഞ്ഞു. ഇപ്പോൾ അത് വന്നിട്ട് വീണ്ടും വന്നിട്ട് എടുത്തുകൊണ്ടായിരുന്നു. ഇവിടെ എന്തെല്ലാം പരിപാടിയാണ്. നമ്മുടെ ഉള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കഞ്ചാവ് കച്ചവടം നടക്കുന്നുണ്ട്. ഹൈസ്കൂൾ റോഡ് അവിടെ ഈ പറഞ്ഞാൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കാണ്ട് ഇവർ ഈ വാഹനങ്ങൾ വല്ല അരി പഠിക്കുന്ന ആൾക്കാരെ ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. ഈ നമ്മുടെ ചെറിയ പിള്ളേരെ തന്നെ പല ഭാഗത്തും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നത്തെ ഒരുപാട് പരിപാടി അത് അവർക്ക് തന്നെ അറിയാമല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ എറിഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ വേണ്ടി അവിടെ വന്ന് ഇതിന് മുന്നേ പോലീസുകാരെ പരിശോധിക്കുന്നുണ്ട്. ഈ മുറക്കാൻ വേണ്ടി ജീവിക്കുന്നവരൊക്കെ എന്തിനാണ് നടന്ന ആവശ്യമില്ലാതെ. ഇതിപ്പോൾ 2ാമത്തെ ഒരുപാട് ചെറുത്തി പാലത്തിന് കൊച്ചി പാലത്തിന് നിൽക്കണം മാസങ്ങളോളം ആവും അവിടെ എത്തണം. അതൊരു പ്രശ്നമില്ല. You are watching VCV News.